കേരള സർക്കാർ കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ 2021-22 പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ പദ്ധതിക്കായുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ ബ്രൗസറിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. അതിനായി www.shm.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ വെബ്സൈറ്റ്. ഇതിലൂടെ നമുക്ക് രണ്ട് രീതിയിൽ ആർക്ക വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കാം. ഒന്ന്, ഇവിടെ ഈ വലതു ഭാഗത്തായി കാണുന്ന ന്യൂസ് ആൻഡ് ഈവൻസ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ എന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആർക്ക വെർട്ടിക്കൽ ഗാർഡന്റെ ആപ്ലിക്കേഷനിലേക്ക് എത്താം. അല്ല എങ്കിൽ ഇവിടെ നീല മെനുവിൽ കാണുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്താം. ഈ രണ്ട് ഓപ്ഷനുകളും തിരഞ്ഞെടുത്താൽ നമ്മൾ ഈ പേജിലേക്കായിരിക്കും എത്തുക. ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇവിടെ ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പദ്ധതിയുടെ ഭാഗമായ ഘടകങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഒപ്പം പദ്ധതിയിൽ അംഗങ്ങളാകാൻ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താക്കൾ പാലിക്കേണ്ട പദ്ധതി നിബന്ധനകൾ എന്തൊക്കെയാണെന്നും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കിവിടെ കാണാം. ഈ പറഞ്ഞിരിക്കുന്ന ഗുണഭോക്താക്കൾക്കായുള്ള നിബന്ധനകൾ പ്രകാരം അർഹരായവർക്ക് അപ്ലൈ നൗ ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ അപേക്ഷ സമർപ്പിക്കാനായി അപ്ലൈ നൗ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സർവീസിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നമ്മൾ എത്തുക. സർവീസ് പ്ലസ്. ഇവിടെ നമുക്ക് ഹോം കാണാം, സെലക്ട് സ്റ്റേറ്റ് കാണാം, രജിസ്റ്റർ, ലോഗിൻ എന്നീ ഓപ്ഷനുകൾ കാണാം. മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്താം. ആദ്യമായി ഈ പോർട്ടൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടുന്നത്. നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ യുവർ സെൽഫ് എന്നൊരു ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെ നമുക്ക് നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവയാണ് വേണ്ടുന്നത്. നമുക്കതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ പേര്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അടുത്തതായി പാസ്വേഡ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക. ലിസ്റ്റിൽ നിന്നും കേരളം സെലക്ട് ചെയ്യുക. മേളിൽ കാണിച്ച നമ്പറുകൾ അതുപോലെ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു വെരിഫിക്കേഷൻ OTP നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈലിലേക്കും വന്നിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. നമ്മളൊരു മെയിലിലേക്ക് എങ്ങനെയാണോ ലോഗിൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സർവീസ് പ്ലസിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ സർവീസ് പ്ലസിലേക്ക് ലോഗിൻ ചെയ്തു കഴിഞ്ഞു. ഇവിടെ മോഡിഫൈ സബ്മിഷൻ എന്നൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ വലത്തെ കോർണറിൽ സ്കിപ്പ് ചെയ്യുക.
അടുത്തത് റീവാലിഡേറ്റ് പേയ്മെന്റ് എന്ന് ഉള്ള ഒരു ഓപ്ഷനിലാണ് എത്തുന്നത്. ഇതും ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതും വലത്തെ കോർണറിൽ ഒരു സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഒരു ബെനിഫിഷ്യറിയുടെ ലോഗിൻ പേജ്. മാനേജ് പ്രൊഫൈൽ ഉണ്ട്. തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ഫോർ സർവീസസ് ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ സർവീസസ് ക്ലിക്ക് ചെയ്യാം. വ്യൂ ആൾ അവൈലബിൾ സർവീസസ്. സർവീസ് ബസ് എന്ന ഈ സർവീസ് പോർട്ടലിൽ ഉള്ള ആപ്ലിക്കേഷൻ ഫോമുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് വേണ്ടത് ആർക്ക വെർട്ടിക്കൽ ഗാർഡന്റെ ആപ്ലിക്കേഷനാണ്. അതിന് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആർക്ക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആർക്ക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സർവീസ് നെയിമിൽ ആപ്ലിക്കേഷൻ ഫോർ ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ എന്നൊരു ഓപ്ഷൻ വരും. ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള. നമുക്ക് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷന്റെ പേജ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യുക എന്നതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻ നെയിം മിഷൻ ഡയറക്ടർ എന്ന് കൊടുക്കുന്നു. അടുത്തത് മേൽവിലാസത്തിന്റെ വിവരങ്ങളാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജില്ലകളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. നമ്മൾ തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ സെലക്ട് ചെയ്യുന്നു. അടുത്തത് കോർപ്പറേഷൻ വീട് നമ്പറാണ്. വാർഡ് നമ്പർ, വീട്ടുപേര്, അടുത്തത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് സ്ഥലമാണ്. അടുത്തത് ലാൻഡ്മാർക്ക്. ഇവിടെ അപേക്ഷകന്റെ 2 മൊബൈൽ നമ്പറുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആശയവിനിമയങ്ങൾക്കായി ആണ് 2 മൊബൈൽ നമ്പറുകൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിവതും 2 മൊബൈൽ നമ്പറുകൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതിന് കഴിയാത്തവർ രണ്ടാമത്തെ മൊബൈൽ നമ്പറിന്റെ ഓപ്ഷനിൽ 10 അക്കങ്ങൾ ചേർത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ 2 മൊബൈൽ നമ്പരും എൻ്റർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇമെയിൽ വിലാസമാണ്. അടുത്തത് ഡിക്ലറേഷൻ അഥവാ സാക്ഷ്യപത്രമാണ്. ഓരോ അപേക്ഷകരും ശ്രദ്ധാപൂർവം വായിക്കുക. വായിച്ച് ഉൾക്കൊണ്ട ശേഷം എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന ക്യാരക്ടർ അതുപോലെ എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണാം. ഡ്രാഫ്റ്റ്, സബ്മിറ്റ്, ക്ലോസ്, റീസെറ്റ്. നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ശ്രദ്ധാപൂർവം നമ്മൾ കൊടുത്തുള്ള വിവരങ്ങൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ അപേക്ഷ ഇവിടെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പറും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. ഇപ്രകാരമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ പദ്ധതിക്കായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയിൽ ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരം അപേക്ഷകൾ
പ്രാഥമിക പരിശോധനകൾ നടത്തുകയും അർഹരായവർക്ക് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ വിലാസത്തിലേക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ തുക ഒടുക്കുന്നവരുടെ മുൻഗണനാ ക്രമത്തിലായിരിക്കും അപേക്ഷകർക്ക് ആർക്ക വെർട്ടിക്കൽ ഗാർഡൻ ലഭ്യമാക്കുക. അതിനാൽ തന്നെ ഓരോ അപേക്ഷകരും അവരുടെ വിവരങ്ങൾ വ്യക്തവും കൃത്യവുമായി നൽകുവാൻ ശ്രദ്ധിക്കുക.